പാകിസ്ഥാനിൽ വിവിധ ഇടങ്ങളിലായി ചൊവ്വാഴ്ച നടന്ന സ്ഫോടനത്തിൽ 25 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തുൻഖ്വയിലുമായാണ് സ്ഫോടനങ്ങളുണ്ടായത്. 3 സ്ഫോടനങ്ങളാണ് ഉണ്ടായതെന്നും ചാവേറാക്രമണമാണ് നടന്നതെന്നുമാണ് റിപ്പോർട്ടുകൾ. ക്വാറ്റയിലെ ഒരു രാഷ്ട്രീയ റാലിക്കിടെയുണ്ടായ സ്ഫോടനത്തിൽ 14 പേരും, ഇറാൻ അതിർത്തിയോട് ചേർന്ന സ്ഥലത്ത് നടന്ന സ്ഫോടനത്തിൽ 7 പേരും കൊല്ലപ്പെട്ടു. ബലൂചിസ്ഥാൻ നാഷണൽ പാർട്ടിയുടെ റാലിക്കിടെയാണ് സ്ഫോടനം നടന്നത്. നൂറുകണക്കിന് ആളുകൾ ഒത്തുകൂടിയ പരിപാടിക്കിടെ നടന്ന സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കുണ്ട്. ചിലരുടെ നില ഗുരുതരമാണ്. പാർട്ടി നേതാവായ അഖ്താർ മൊങ്കാൾ പ്രസംഗിച്ചതിനു ശേഷം വേദി വിടുന്നതിനിടെയാണ് സ്ഫോടനം നടന്നത്. ബലൂചിസ്ഥാനിൽ കൂടുതൽ അവകാശങ്ങളും നിക്ഷേപങ്ങളും ലഭിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് റാലി നടത്തിയത്. ഇറാൻ അതിർത്തിയോട് ചേർന്ന സ്ഥലത്ത് നടന്ന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരിൽ 5 പേർ പാകിസ്ഥാനിലെ അർദ്ധസൈനിക വിഭാഗത്തിൽ ഉൾപ്പെട്ട സൈനികരാണ്. സൈനിക വാഹനം കടന്നു പോകുന്നതിനിടെയാണ് ഇതിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി സ്ഫോടനം നടത്തിയത്. ബലൂചിസ്ഥാനിൽ നടന്ന സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. അതേസമയം മറ്റൊരു ചാവേറാക്രമണത്തിൽ 6 പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത്. പ്രവിശ്യയിലെ ബാനു സിറ്റിയിലുള്ള പാരാമിലിറ്ററി വിഭാഗത്തിന്റെ ആസ്ഥാനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനവുമായി ഒരാൾ ഇവിടേക്ക് ഇരച്ചുകയറി സ്ഫോടനം നടത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ 5 ചാവേറുകൾ കൂടി ആക്രമണത്തിനെത്തിയെങ്കിലും ഇവരെ പാക് സൈന്യം വധിച്ചു. ഇത്തിഹാദുൽ മുജാഹിദീൻ എന്ന ഭീകര സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ബലൂചിസ്ഥാനിൽ കാലങ്ങളായി പാക് സൈനികരെയും സൈന്യത്തെയും ലക്ഷ്യമിട്ട് നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2024 ആക്രമണങ്ങളുടെ എണ്ണം കുത്തനെ ഉയർന്നു. 2024 മുതൽ ഇതുവരെ 782 പേരാണ് ബലൂചിസ്ഥാനിൽ നടന്ന വിവിധ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. അതേസമയം ബലൂചിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പഖ്തൂൺഖ്വയിൽ ഇതുവരെ 430 പേരാണ് വിവിധ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഇതിലേറെയും സൈനികരോ സുരക്ഷാ ഉദ്യോഗസ്ഥരോ ആണ്.